എന്നെന്തിനാ വണങ്ങുന്നത്? പേടിച്ചു പോയോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാൻ ചില അഖിൽമാരാരുടെ പ്രസ്താവനകൾ കാണുമ്പോൾ ഞാൻ വിചാരിക്കാൻ, ദൈവമേ എനിക്ക് കിട്ടിയില്ലല്ലോ. ഭാഗ്യം. മനുഷ്യനെ സന്തോഷിക്കാൻ ഓരോ കാരണങ്ങള്, ദുഃഖിക്കാനും ഓരോ കാരണങ്ങള്. എന്റെ ഭാഗ്യമാണോ അതോ പ്രേക്ഷകരുടെ ഭാഗ്യമാണോ കണ്ടറിയാം. അങ്ങാടിയില് 10 ആള് കൂടേണ്ട നടുവിൽ കിട്ടണം തന്നെ. ഈ അടുത്ത കാലത്ത് ചില സോഷ്യൽ മീഡിയ സംഭവങ്ങൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടു വാക്ക് ഇങ്ങനെ ചോദിക്കാം. എനിക്കിത് പണി തരാൻ വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കണം. ഇതിനൊക്കെ നിന്നോട് ദൈവം ചോദിക്കും. നമുക്കൊന്നും ഇരിക്കേണ്ടി വരും. അതെ, ഇതാവുമ്പോ എഴുന്നേറ്റ് ഓടില്ല. നമുക്ക് എഴുന്നേറ്റ് ഓടിയാലും നമുക്ക് കാണാം. ഞാനവിടെ ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കുക, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? പക്ഷെ ഐ ഫെൽറ്റ് ലൈക്ക് അഖിൽമാർ ഈസ് ഗിവിംഗ് കുറെ ഗ്യാൻ കൊടുക്കും, കുറെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നു. അല്ല, അത് എല്ലാവർക്കും വേണമല്ലോ. Like in a good way, tasking രാജകുമാരൻ രാജകുമാരൻ അല്ലേ? അതാണ്. നിനക്ക് പിടിച്ചില്ലേ? ഇല്ല. റിയാസിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഹൗസിൽ റിയാസ് കാണിച്ചത് ഷോയിൽ പുറത്ത് വന്നില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു? അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. I don't think we should talk about it. I have opinions. കാരണം ആ ഐഡിയോളജി അല്ലെങ്കിൽ നമുക്ക് അവരെ ഹൗസിലേക്ക് കയറ്റി വിട്ടാൽ അവര് നല്ലതായിരിക്കുമോ അല്ലയോ? അത് നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നല്ലല്ലോ. അതാണ് നമ്മുടെ ഐഡിയോളജിക്ക് മാറ്റമുള്ള ആൾക്കാർ തന്നെ ഇവിടെ ജഡ്ജ്മെന്റ് പാനലിൽ തന്നെ ഇരിക്കൽ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.